ശബരിമലയിൽ ഭിന്നശേഷിക്കാരന് ഡോളി നിഷേധിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. പോലീസ് ചീഫ് കോർഡിനേറ്ററോടാണ് റിപ്പോർട്ട് തേടിയത്. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വിഷയം നാളെ വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, കഴിഞ്ഞ ദിവസം അഖിൽ പാലോട്ടുമഠം നൽകിയ റിപ്പോർട്ടായിരുന്നു ശബരിമലയിൽ ഭിന്നശേഷിക്കാരനായ തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശി സജീവന് ഡോളി നിഷേധിച്ചു എന്ന വാർത്ത. അത് വളരെ വേദനയോടെയാണ് അയാൾ പങ്കുവച്ചതും. അതായത് ബസ് ഇറങ്ങിയ ഇടത്തേക്ക് ഡോളി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പോലീസിനോട് പറഞ്ഞു, പക്ഷേ പറ്റിക്കപ്പെട്ടു, പറ്റില്ല എന്ന് പോലീസ് ആവർത്തിച്ചു പറഞ്ഞു. ഒടുവിൽ സ്വന്തം നിലയ്ക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ പരിഹരിക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് ഡോളിയിൽ മുകളിലെത്തി അയ്യനെ കണ്ടു മടങ്ങാനായത് എന്ന് അദ്ദേഹം വേദനയോടെ കണ്ണീരോടെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ കോടതി എന്തു പറയുന്നു? കൃഷ്ണരാജ്, ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്, അല്ലെങ്കിൽ ഈ വാർത്ത പുറത്തുവിട്ടത് തന്നെ ജനം TV തന്നെയാണ്. ഈ 2 ദിവസം മുൻപാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയ തിരുവനന്തപുരം പാലോട് സ്വദേശി സജീവിന് ഈ ദുരനുഭവം ഉണ്ടായത്. പമ്പയിൽ വാഹനം ഇറങ്ങിയ സ്ഥലത്തേക്ക് ഡോളി വിടാതെ പോലീസ് തടഞ്ഞു വെച്ചതായിരുന്നു ഒരു പരാതി. ഇതുമായി ബന്ധപ്പെട്ട് സജീവ് ജനം TVയോട് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. എന്താണ് സംഭവിച്ചതെന്നടക്കം ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലും നടപടിയും ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിഷയമെന്ന് കൃത്യമായിട്ട് വിശദീകരിക്കാനായിട്ട് പോലീസ് ചീഫ് കോർഡിനേറ്റർക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 2 ദിവസത്തിനകം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത ദിവസം നാളെ തന്നെ ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പക്ഷെ റിപ്പോർട്ട് ചീഫ് പോലീസ് കോർഡിനേറ്റർ 2 ദിവസത്തിനുള്ളിൽ സമർപ്പിച്ചാൽ മതി. ഈ സ്പെഷ്യൽ കമ്മീഷണർ അതാത് ദിവസങ്ങളിൽ നടന്ന സംഭവവികാസങ്ങൾ ഹൈക്കോടതിയെ റിപ്പോർട്ടായിട്ട് അറിയിക്കും. അത്തരത്തിലുള്ള റിപ്പോർട്ടും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. എന്തായാലും ജനം TV വാർത്ത നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പുരോഗമിച്ചിരുന്നു. റോഡിൽ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഡോളി പോലീസ് നൽകിയത് എന്നുള്ള ആക്ഷേപം കൂടി സജീവ് ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ശബരിമലയിൽ ദർശനം നടത്തുന്ന ഒരു ഭക്തനാണ്, അയ്യപ്പ ഭക്തനാണ് സജീവ്. പക്ഷേ ഈ ഒരു വർഷം മാത്രമാണ് ഇത്തരം ഒരു ദുരനുഭവം അദ്ദേഹത്തിന് ഉണ്ടായത്. സേവാഭാരതി പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഭിന്നശേഷിക്കാരന് അദ്ദേഹം പമ്പയിൽ ബസ് ഇറങ്ങിയ സ്ഥലത്തേക്ക് ഡോളി വിടാതിരുന്ന പോലീസിന്റെ നടപടിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നും പിന്നീട് തുടർ നടപടി എന്താണ് സ്വീകരിച്ചതെന്നും പോലീസ് ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ADGP റിപ്പോർട്ട് നൽകാനായിട്ടാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയത്. 2 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകുകയും വേണം. ശരി, ശബരിമലയിൽ ഭിന്നശേഷിക്കാരന് ഡോളി നിഷേധിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നു ഹൈക്കോടതി. ഈ വാർത്ത പുറത്തുവിട്ടത് ജനം TV ആയിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ.